സുഹൃത്തുക്കളെ, ചങ്ങാതിമാരെ, ചങ്കുകൾ, ഈ വീഡിയോ ചെയ്യുന്നത് എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ, ഡാൻസ് കളിക്കുന്നുണ്ട്, കോമഡി ഒക്കെ ചെയ്യുന്നുണ്ട്, പിന്നെ പോസ്റ്റുകളൊക്കെ ഇടുന്നുണ്ട്. എൻ്റെ ലക്ഷ്യമെന്ന് പറഞ്ഞാൽ ഒരു 35 വർഷം കൊണ്ട് ലഹരി വിമുക്തമായിട്ട് ഞാൻ പ്രവർത്തിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ആൾക്കാർ പിന്നെ ഡാൻസ് കളിച്ചിട്ട് പറയും ഞാൻ മദ്യപിച്ചിട്ടാണ് കളിച്ചതെന്ന് പറയും. മദ്യപിക്കാതെ നിന്ന് കളിക്കാമെന്ന് പറഞ്ഞ് ഞാൻ ഡാൻസ് പഠിച്ചിട്ടൊന്നുമില്ല. വന്നിട്ട് മദ്യപിക്കാതെ നിന്ന് കളിക്കാമെന്ന് പറഞ്ഞ് ഞാൻ പിന്നെ ടി വിയിലൊക്കെ നോക്കി കളിക്കുന്നതാണ്. വന്നിട്ട് പിന്നെ ഒരു ടൈം പാസ് എന്നുള്ള രീതി എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മളെപ്പറ്റി മനസ്സിലാക്കണമെന്ന് പറഞ്ഞാൽ പിന്നെ എല്ലാവരും പറയും അത് മദ്യം കഴിച്ചിട്ടുണ്ട്. ഞാൻ ഇന്ന് വരയ്ക്കും ഒരു തുള്ളി മദ്യം കഴിക്കാത്ത ഒരു വ്യക്തിയാണ്. പിന്നെ ഒരു പന്തയത്തിൻ്റെ പുറത്ത് ഒരിക്കൽ ഞാൻ കഴിച്ചു എന്ന് പറഞ്ഞ് ഒരുത്തൻ ബോംബെയിൽ വെച്ചിട്ട് പന്തയം ചെയ്തു. മദ്യം കഴിച്ചു കഴിഞ്ഞാൽ അതിൽ ആടായി പോകുമെന്ന് പറഞ്ഞിട്ട് അത് പിന്നെ അതേപോലെ പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ബീഡി ഒരാഴ്ച തുടർച്ച വലിച്ചു കഴിഞ്ഞാൽ നീ കണ്ടിന്യൂ ആകുമെന്ന് പറഞ്ഞു. അങ്ങനെ ചാലഞ്ച് തമിഴ്നാട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ വന്നിട്ട് പിന്നെ എന്നിട്ട് ഞാൻ പറഞ്ഞ ദിവസത്തിൽ നിർത്തുകയും ചെയ്തു. അങ്ങനെ എനിക്ക് ഓരോ ചാലഞ്ചും ഞാൻ ഏറ്റെടുക്കും. പക്ഷേ ഇപ്പോഴും അങ്ങനത്തെ ചാലഞ്ചൊന്നും ഏറ്റെടുക്കില്ല. എന്ന് പറഞ്ഞാൽ പ്രായത്തിൻ്റെ ഇതൊക്കെ അന്നൊക്കെ ചെറുപ്പത്തിൽ ചെയ്തത്. എൻ്റെ ലക്ഷ്യമെന്ന് പറഞ്ഞാൽ ഞാൻ കണ്ടിട്ടുള്ള മദ്യം കഴിച്ച് പിന്നെ മദ്യത്തിനെക്കാട്ടി ഡേഞ്ചർ ഇപ്പം കഞ്ചാവ് വലിക്കുന്നോ കുടിക്കുന്നവരടുത്ത് എനിക്ക് വേറൊരു വിരോധമില്ല. അവർക്ക് സന്തോഷം തന്നെ. ഞാൻ വേണമെങ്കിൽ പിന്നെ ഒരു കുടിക്കുന്ന വ്യക്തിയെ വേണമെങ്കിൽ സിവിൽ സപ്ലൈയിൽ കൊണ്ടുപോകണമെന്ന് പറഞ്ഞാൽ കൊണ്ടുവിടും. അവരെയൊക്കെ നിർത്താൻ പറ്റില്ല. പക്ഷെ പുതിയൊരു തലമുറയെ നമ്മൾ വാർത്തെടുക്കണം. ഇതിൻ്റെ ദോഷങ്ങളും ഇത് കൊണ്ടുള്ള ഉപദ്രവങ്ങളും പിന്നെ അമ്മ അച്ഛനെ അടിക്കുക, കഞ്ചാവിന് പൈസ കൊടുത്തില്ലെങ്കിൽ അങ്ങനെയൊക്കെ പലയിടത്തും കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് എൻ്റെ ഒരു പ്രവർത്തനം. നിങ്ങൾക്ക് ശരിയെന്ന് പറഞ്ഞാൽ ശരിയെന്ന് പറയാം. പക്ഷെ ഞാൻ വന്നിട്ട് എൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയെങ്കിൽ നന്നാവനെങ്കിൽ നന്നാവട്ടെ എന്ന് പറഞ്ഞാണ് ഞാൻ ഇങ്ങനെ ഡാൻസ് കളിക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ പല രീതിയിലും പറഞ്ഞിട്ടുണ്ട്. മക്കളൊക്കെ വളർന്ന് എന്നാൽ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ എന്തെങ്കിലും ചെയ്യണം. ഞാൻ 35 വർഷം കൊണ്ട് ഞാൻ വന്നിട്ട് ഇപ്പം കുറച്ച് തകർച്ച തന്നെ. അല്ലെങ്കിൽ വന്നിട്ട് പിന്നെ ഇതിലേക്ക് വേണ്ടി ഗ്രൗണ്ട് ഉണ്ടാക്കി പിള്ളേർ പിന്നെ 3 വർഷം കളിച്ചു. ഇങ്ങനെയൊക്കെ വന്നിട്ട് പിള്ളേർക്ക് ആയിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ലക്ഷ്യത്തിൽ വിടത്തില്ല. വന്നിട്ട് ലക്ഷ്യം വലുതാണ്. എനിക്ക് നമ്മളിപ്പം ഒരു ഉദാഹരണം പറഞ്ഞാൽ, അപ്പോൾ നമ്മളെ നാട് നശിക്കണമെങ്കിൽ പിള്ളേർ ഇങ്ങനെ ലഹരിയിലൊക്കെ പോയി കഴിഞ്ഞാൽ നാട് നശിച്ചുകൊണ്ടിരിക്കും. പക്ഷെ അതൊന്ന് മുഗ്ധനായി കഴിഞ്ഞാൽ നാട് നന്നാവും. ആ ലക്ഷ്യമാണ് എനിക്കുള്ളത്. സുഹൃത്തുക്കളെ, ഞാൻ ഇടയ്ക്ക് വന്നിട്ട് ഇപ്പം 2 ദിവസം മുമ്പ് ഡാൻസ് കളിച്ച് ഇട്ടു. പക്ഷേ എനിക്ക് കമൻ്റൊക്കെ വരുന്നുണ്ട്. ഞാൻ നോക്കാറൊന്നുമില്ല. എൻ്റെ ലക്ഷ്യമാണ് വലുത്. നമസ്കാരം, നമസ്തേ. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇത് സ്വീകരിക്കാം, ഇഷ്ടമില്ലെങ്കിൽ സ്വീകരിക്കണ്ട.